അറബിക് പദ്യപാരായണത്തിൽ എ ഗ്രേഡ് നേടിയ മിടുക്കനാണ് എന്നോടൊപ്പമുള്ളത്. 63ാം സംസ്ഥാന കലോത്സവത്തിൽ മകൻ എ ഗ്രേഡ് നേടിയെങ്കിൽ ഉമ്മ സംസ്ഥാന കലോത്സവത്തിലെ മറ്റൊരു താരമായിരുന്നു എന്നുള്ളതാണ്. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എ ഗ്രേഡ് നേടി. പക്ഷേ എ ഗ്രേഡ് നേടി. സന്തോഷമുണ്ട്. ആരാ ഈ പദ്യം ചൊല്ലൽ പഠിപ്പിച്ചതാരാ? എൻ്റെ സ്കൂളിലെ അറബിക് ടീച്ചറായ സുബൈദ ടീച്ചർ എന്ന് പറയും. അപ്പോൾ എല്ലാ ദിവസവും അറബിക് ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ്സ് പഠിപ്പിക്കുക. എല്ലാ ദിവസവും പ്രാക്ടീസ്. അത് എൻ്റെ ക്ലാസ് എടുക്കും. ഞാൻ ഡെയിലി പ്രാക്ടീസ് ആക്കിയാൽ. പേര് നാസിം. ഏത് ജില്ലയാ? കാസർഗോഡ്. കാസർഗോഡ് ഇപ്പോൾ 63ാമത് സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി മിടുക്കനായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ എവിടേക്ക് വരണം? എത്രാമത്തെ സംസ്ഥാന കലോത്സവത്തിലായിരുന്നു താരമായിരുന്നു? 2002. ഏതായിരിക്കും? ഞാൻ അറബിക് പദ്യം, ഉറുദു പദ്യം രണ്ടും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എ ഗ്രേഡ്? അതെ, എ ഗ്രേഡ് നേടി. ഇപ്പോൾ മകനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഉമ്മച്ചി ഇടപെടാറുണ്ടോ? അവൻ്റെ അറബിക് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഫുൾ സപ്പോർട്ടും അവിടെ. ഇപ്പോൾ ഈ കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ ആ 2002 ഓർമ്മകൾ വീണ്ടും പൊടുതട്ടി എടുത്തിട്ടുണ്ടോ? അതെ, ഇപ്പോൾ അവിടെ ഒപ്പന നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കലോത്സവത്തിൽ ഒപ്പനക്കും മത്സരിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കാണാം. പഴയ ഒപ്പന ഓർമ്മകളൊക്കെ കൊഞ്ചത്തിമാരൊക്കെ ചൂടിൽ ഭയങ്കര വിയർത്ത് കുളിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അന്നത്തെ ഓർമ്മ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് രാത്രി 2-3 മണി വരെ ഇവിടെ നിന്നതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. എ ഗ്രേഡ് നേടിയ അറബിക് പദ്യപാരായണം കേരള വിഷന് വേണ്ടി പാടില്ലേ? മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലു മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫൈരലഹാ അഹ്സാനുനാ അൻ അഹ്ലിഹൽ മുഖ്തലഈൻ വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ല, ജില്ലയിൽ ഉറുദു പദ്യം ഉണ്ടായിരുന്നു. ഉറുദു പദ്യം സെക്കൻഡ് കിട്ടി. കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് വന്ന് തലസ്ഥാനത്ത് എത്തി എ ഗ്രേഡോട് കൂടിയാണ് മടങ്ങുന്നത്. സന്തോഷം. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പൊളിക്കണം. ഇനി നമുക്ക് പല വേദികളും ഇതുപോലെ പ്രൈസ് വാങ്ങേണ്ടതാണ്. ശരി, താങ്ക് യു. നമ്മുടെ കാസർഗോഡ് നിന്ന് എത്തിയവരാണ്. അവരെത്തി, മത്സരം കഴിഞ്ഞു. എ ഗ്രേഡാണ്. ഉമ്മ 2002 താരമായിരുന്നു, കലോത്സവത്തിലെ താരമായിരുന്നു. എന്തായാലും ഇതുപോലെ നിരവധി കലാപ്രതിഭകൾ, അത് മത്സരിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇത്തരത്തിൽ കലാവാസനയുള്ളവരാണ്. പഴയ കലോത്സവത്തിലെ മിന്നം താരങ്ങളായിരുന്നു. ഈ വേദിയിലെ ഓരോ ചുവരിനും അല്ലെങ്കിൽ ഓരോ മൺതരിക്ക് പോലും കലയുടെ ഒരു അംശം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് കലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു വാസനയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കഥ അവർക്ക് എല്ലാവർക്കും പറയാനുണ്ട് എന്നുള്ളത് കൂടി ഈ കലോത്സവ നഗരിയിലെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്.